മിസ്സസ് ജോലിസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഞാൻ രാവിലെ എണീച്ച് ഫുൾ അറിയാലോ, നിങ്ങൾ എല്ലാവരെയും പോലെ തന്നെ ഞാൻ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഫുൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹിന്റെ സാരി ട്രിപ്പ് മൊത്തം വീഡിയോസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്കൊരാഗ്രഹം, എനിക്ക് ഇതേപോലെ ഒന്ന് സാരി ട്രിപ്പ് ചെയ്യണമെന്ന്. ആൻഡ് ബൈ ദ വേ ഇത് ഡബിൾ സാരി ആയതുകൊണ്ട് തന്നെ ഒറ്റക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമുക്കിത് ഒരു ഹെൽപ്പ് വെച്ച് ചെയ്താലോ. ആൻഡ് എല്ലാവരും ഇത് ലൈറ്റ് കളർ സാരീസ് വെച്ചിട്ടാണ് കൂടുതലായിട്ട് സ്നേഹ സാരി ഡ്രിപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് ഡാർക്ക് കളർ വെച്ചിട്ട് ചെയ്താലോ. അപ്പം ഏതാ സാരി എടുക്കാമെന്ന് ആലോചിക്കും ഞാൻ. അതിൻ്റെ കൂടെ നമുക്ക് ഓർണമെന്റ്സ് സെറ്റ് ചെയ്യണം ആൻഡ് ഓൾസോ സാരി ഡ്രൈപ്പ് ചെയ്യാൻ. ഓക്കെ, ബോന ബുട്ടീക്കിൽ വിളിച്ചിട്ട് നമുക്ക് സാരി ഡ്രൈപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ആദ്യം. ഓക്കെ, ஹலோ போனா புட்டிக். ஹலோ, ஹாய், நான் அனுஷ் தான். முன்னாடி ஸ்டிச்சிங் எல்லாம் பண்ணேன். ஆக்சுவலி அக்கா, எனக்கு ஒரு சின்ன ஹெல்ப் வேணும். நீங்கள் அந்த சாரி ட்ரிப் பார்த்தியா ஸ்னேகாவோட? அதுதான். ஆக்சுவலி அந்த மாதிரி சாரி ட்ரிப் பண்ண முடியுமா அக்கா உங்களால? பண்ணலாமே. 2 சாரீஸ் வச்சுட்டு எனக்கு அது எல்லாரும் லைட் கலரா செய்துட்டு தான் பார்த்துட்டு இருக்கேன். அதனால நான் கொஞ்சம் டார்க் கலரா செய்யலான்னு யோசிச்சிருக்கு. அப்போ உங்களால அந்த ட்ரைப் பண்ண முடியுமா கேட்கறதுக்கு தான் கால் பண்ணது. ஓகே, பண்ணலாமே. ஓகே அக்கா, அப்போ நான் சாரி எடுத்துட்டு வரேன். அப்போ எவ்வளோ டைம் ஆகும்? அது கூட என்ன கெட்டி விட முடியுமா? அப்படியா? ஓகே, அப்போ எல்லாமே சேர்த்து 2 hours தான். ஓகே, அப்போ ஒரு காரியம் பண்ணலாம். என்னன்னா, நான் இன்னைக்கு சாரி கொண்டு வரேன், எனக்கு நாளைக்கு தான் வேணும். அதனால நாளைக்கு ஆகும்போது உங்களால் அதை ரெடி பண்ணி வைக்க முடியுமா? பிகாஸ் எனக்கு ஆர்னமெண்ட்ஸும் வேணும் அது கூட. அப்போ அது செட் பண்ணணும், அதுக்காக கொஞ்சம் டைம் வேணும். அப்போ நான் சாரி எடுத்து இன்னைக்கு வரா. சாரி எடுத்துக்கிட்டு வாங்க, நாங்க உங்களுக்கு வந்து மெஷர்மென்ட் எடுத்துக்கிறோம். மெஷர்மென்ட் எடுத்து நான் சாரி ட்ரேப் பண்ணி வைக்கிறேன், அயனிங்லாம் பண்ணி வைக்கிறேன். நீங்க வந்தீங்கன்னா உங்களுடைய டைமிங்க்கு நீங்க வாங்க. ஓகே அக்கா, தேங்க் யூ. താങ്ക് യു, ബൈ ബൈ. അപ്പോൾ സാരി ഡ്രേപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഓർണമെന്റ്സ് ആണ് വേണ്ടത്. അതിന് നമുക്ക് എൻ്റെ കയ്യിൽ മറ്റേ ഇൻസ്റ്റയിൽ ഫ്രണ്ട് ഇപ്പോൾ പേരൊക്കെ മാറ്റി ആനിയൽ എന്നാക്കി. അപ്പോൾ അതിൻ്റെ ഓണർ നമ്പർ ഉണ്ട്, മുന്നേ ഞാൻ കോണ്ടാക്ട് ചെയ്ത നമ്പർ. അതിലൊന്ന് നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ ഹലോ ഞാൻ അനൂസാണേ. ഗുഡ്. ആക്ച്വലി ഞാൻ ഇന്നും തന്റെ പേര് ഇൻസ്റ്റയിൽ ഫ്രണ്ട് തന്നെ കേട്ടോ ഇപ്പോൾ സേവ് ചെയ്തിട്ടുള്ളത്. ഓ, വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. ആക്ച്വലി ഞാനൊരു ഹെൽപ്പിന് വേണ്ടി വിളിച്ചതാണ്. ആക്ട്രസ് സ്നേഹന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിങ് സാരി ഡ്രേപ്പ് കണ്ടായിരുന്നോ? 2 സാരി വെച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ഓർണമെന്റ്സ് ഒക്കെ ശ്രദ്ധിച്ചായിരുന്നോ? ആക്ച്വലി ആ ഒരു ഡ്രേപ്പ് ഞാൻ ട്രൈ ചെയ്യാവുന്ന ഒരു പ്ലാനിലാണ്, ഒരു ജസ്റ്റ് റീൽസിന് വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ആ ഓർണമെന്റ്സ് വേണമെന്നുണ്ടായിരുന്നു. ഞാൻ ഒരു റെഡ് എടുക്കാനോ പ്രതീക്ഷിക്കുന്നത്, കാരണം എല്ലാവരും ലൈറ്റ് കളേഴ്സ് ഈ ഡ്രേപ്പ് ചെയ്തിട്ട് കാണുന്നത്. അപ്പൊ എന്റെ മൈൻഡിൽ ഒരു ഡാർക്ക് കളർ റെഡ് ചെയ്യാനാന്നുള്ളത്. അപ്പൊ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഓർണമെന്റ്സ് എനിക്ക് വേണം. റെഡ് ആൻഡ് ഗ്രീൻ ഉണ്ടോ? ഓക്കെ, പെർഫെക്റ്റ്. അപ്പൊ എനിക്ക് അതെന്നാ മതി, കാരണം എന്റേത് ഞാൻ മൈൻഡിലുള്ള ഒരു കളർ കോമ്പിനേഷനും അത് തന്നെയാണ്. ഓക്കെ, എനിക്ക് എല്ലാ ഓർണമെന്റ്സും വേണം. നെക്കും വേണം, ഇയറിംഗ്സ്, ബാംഗിൾസ് ആൻഡ് അരപ്പട്ട കൂടി വേണം.
അരപ്പട്ട ഒരെണ്ണം, അത് കെമ്പല്ല, ടെമ്പിൾ സെറ്റിൽ വരുന്ന ഒരു അരപ്പട്ടയുണ്ട്. അത് രണ്ടും ഒരേമാതിരിയായ ഫുൾ കളർ എങ്ങനെയുണ്ടാവും എനിക്കറിയില്ല. ഇറ്റ് വോണ്ട് സ്യൂട്ട് റൈറ്റ് കെമ്പ്. സോ താഴെ വന്നിട്ട് ആന്റിക്കിന്റെ അരപ്പട്ടയും സെറ്റ് ആക്കി തരാം. ബാലൻസും റെഡ് ആൻഡ് ഗ്രീൻ സ്റ്റോൺസ് വരുന്നത് സെൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ആക്ച്വലി ഇഷ്യൂ എന്താന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് എമർജൻസി ആയിട്ട് എനിക്ക് വേണമായിരുന്നു. ആക്ച്വലി നാളെയാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1 day ഡെലിവറി ചെയ്യാൻ പറ്റുമോ? ചെന്നൈയിലല്ലേ? അതെ, ചെന്നൈയിൽ. ശരിക്കും ചെന്നൈയിൽ 2 days ആണ് നമ്മുടെ ഡെലിവറി ടൈം. കൊറിയറിലായിരിക്കും. ഓക്കെ, വിൽ ഡു സംതിങ്. ഈ സ്വിഗ്ഗി, ജീനി, പോർട്ടർ ഒക്കെ ഉണ്ടല്ലോ, അതിലെന്തെങ്കിലും അയക്കാം. അത് 1 day കിട്ടുമല്ലോ. ഓ, 1 day കിട്ടുമോ? അത് 1 day കിട്ടും. രാവിലെ അയക്കാം, ഇല്ലെങ്കിൽ ഇന്ന് നോക്കാം. ഇന്ന് അയച്ചു കഴിഞ്ഞാൽ നോക്കട്ടെ ബുക്കിംഗ്സ് അവൈലബിൾ ആണോ. രാവിലത്തേക്ക് ബുക്ക് ചെയ്ത്, നാളെ രാവിലത്തേക്ക് ബുക്ക് ചെയ്ത് യു വിൽ ഗെറ്റ് ഇറ്റ് വിത്തിൻ hours. ഓ, സൂപ്പർ. അപ്പോൾ ചെന്നൈയിൽ നിങ്ങളപ്പോൾ 1 day ഡെലിവറി ചെയ്യുന്നുണ്ടോ? ഇൻ കേസ് ഓഫ് എമർജൻസി, ഇങ്ങനെ എമർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ പോർട്ടറിലേക്കൊക്കെ നമുക്ക് അയക്കാൻ പറ്റും. ഓക്കെ, എൻ്റെ മോൻ്റെ സൗണ്ട് ആട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഹാരത്തിൻ്റെ ഫോട്ടോ ഒന്ന് എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ ഫൈനൽ ചെയ്തതിന് ശേഷം എനിക്ക് പറ്റുമെങ്കിൽ നാളെ രാവിലെ തന്നെ സാധനം എത്തിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. ആ, ഓക്കെ. ഓ, താങ്ക് യു സോ മച്ച്. കാരണം ഓർണമെന്റ്സ് ആയിരുന്നു ഷോക്കായത് കിട്ടുമോ എന്നുള്ളത്. സഡൻ പ്ലാൻ ആയിരുന്നു, അതുകൊണ്ട് ഷോർട്ട് നോട്ടീസ്. ഓക്കെ, അപ്പൊ ശരിടാ. ഫോട്ടോസ് അയക്കും, ഞാൻ അതിൻ്റെ അകത്ത് ഫൈനലേ. ഓക്കെ, ബൈ. അപ്പൊ അങ്ങനെ ഹാരു സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നേരെ നമുക്ക് ഡ്രസ്സ് എടുത്തിട്ട്, അത് സാരി എടുത്തിട്ട് ബോന ബുട്ടീക്കിൽ പോയി ഏൽപ്പിക്കാം. മെഷർമെന്റ്സ് എല്ലാം കൊടുത്തിട്ട് നമുക്ക് നാളെ ഇവിടുന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഡ്രേപ്പ് ചെയ്യാം സാരി. ഓക്കെ. അപ്പം ഞാൻ പ്ലാൻ ചെയ്ത പോലെ റെഡ് സാരി തന്നെയാണ് ഞാൻ ഉടുക്കാൻ പ്ലാൻ ഉള്ളത്. അപ്പോൾ ഈ 2 സാരിയാണ് നമ്മൾ ഉടുക്കാൻ പോകുന്നത്. ഈ ഗോൾഡൻ ഇത് വരുന്നത് മേൽഭാഗമായിട്ട് എടുക്കാനും, ആൻഡ് റെഡ് പ്ലെയിൻ റെഡ് വരുന്നത് നമ്മൾ സാരി പ്ലീറ്റ് ചെയ്തിട്ട് താഴെ എടുക്കാനുമാണ് എൻ്റെ മൈൻഡിലുള്ള പ്ലാന്. അപ്പം നമുക്ക് നേരെ ബോന ബുട്ടീക്കിൽ പോയിട്ട് എന്താ പറയുക മെഷർമെൻറ്റ്സ് എല്ലാം എടുക്കാം. അതുപോലെ പറയാൻ മറന്നു, ഇതൊരു 2 weeks ബിഫോറുള്ള വീഡിയോ ആണ്. സ്നേഹൻ്റെ വീഡിയോ കണ്ട് പിറ്റേന്ന് തന്നെ ഞാൻ പ്ലാൻ ചെയ്തൊരു വീഡിയോ ആണ്. പക്ഷേ തണുപ്പൊക്കെ പിടിച്ച് വോയിസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ദുബായ് സീരീസ് എൻഡ് ചെയ്തിട്ടില്ല, അതിൻ്റെ മിഡിൽ ഞാൻ ഈ വീഡിയോ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ ബോന ബുട്ടീക്കിലേക്ക് പോകാം. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗാണ് നിങ്ങളിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബോന ബുട്ടീക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓർണമെൻറ്റ്സും അവിടെ ബോന ബുട്ടീക്കിൽ എത്തിയിട്ടുണ്ടെന്ന് ബോന ബുട്ടീക്കിന് ബോനൊക്കെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ അടുക്ക ഡെലിവറി നോക്കുമ്പോൾ സ്ലോട്ട് ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്കായിരുന്നു ഞാൻ ഡെലിവറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് അവിടെ ഡെലിവറി ചെയ്ത ഓർണമെൻറ്റ്സും ചെക്ക് ചെയ്യണം, അതിൻ്റെ കൂടെ മെഷർമെൻറ്റ്സും എടുക്കണം. അക്കേൻ്റെ വീട് തന്നെയാണ് കേട്ടോ അവരുടെ ബുട്ടീക്കും വർക്കിംഗ് സ്പേസും ഒക്കെ. അപ്പം ഞാൻ അവരുടെ വീട്ടിലെത്തിയിട്ട് ഇത് ഓർണമെൻറ്റ്സൊക്കെ ആദ്യം നോക്കുകയാണ്. അതിനുശേഷം ഇത് നമ്മൾ സാരി വെച്ചിട്ട് ഓർണമെൻറ്റ്സ് 2 ചെയിൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാരി വെച്ചിട്ട് എനിക്കിഷ്ടമായി ഈ റെഡ് ആൻഡ് ഗ്രീൻ ചെയിൻ തന്നെയാണ് വെച്ച് നോക്കുന്നുണ്ടായത്. സാരി വെച്ചിട്ട് ഏതാ മാച്ച് എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതും കൂടി ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ നടുക്ക് അക്ക പറഞ്ഞു അക്കേൻ്റെ കയ്യിൽ ഒരു റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള പുതിയ സാരി വന്നിട്ടുണ്ട്. അക്കേൻ്റെ അടുക്കുന്ന തന്നെയാണ് കേട്ടോ. ഞാൻ മറ്റേ റെഡ് സാരിയും പ്ലെയിൻ റെഡ് സാരിയും വാങ്ങിച്ചിട്ടുണ്ടായത്. അതും കൂടി വെച്ച് നോക്കിയിട്ട് ഓർണമെൻറ്റ്സ് വെച്ച് നോക്കാം, വേണമെങ്കിൽ ഈ സാരി ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ആ ഗോൾഡൻ സാരി ഞാൻ കൊണ്ടുവന്ന എൻ്റെ ഗോൾഡൻ സാരി എന്നെ മതിയെന്ന് പറയാന്ന്. കുറച്ചും കൂടി രസം ഇതിൻ്റെ അകത്തൊക്കെയാണെന്ന് പറയായിരുന്നു. അങ്ങനെ നമ്മളിതാ മെഷർമെൻറ്റ് നോക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ഇതാ ഫൈനലി ഞാൻ കൊണ്ടുപോയ എൻ്റെ ഗോൾഡൻ റെഡ് സാരിയിൽ തന്നെയാണ് നമ്മൾ മെഷർമെൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സാരി എത്തൂല இல்லைன்னா இது லைக் கம்மி பண்ணணும். கம்மி பண்ணா கூட இங்க வராது. தமிழ்நாட்டு சாரி உடுக்க ஸ்டைல். അങ്ങനെ മറ്റേ സാരി ഉടുക്കാൻ പറ്റില്ല എന്ന് ഷുവറായതിന് ശേഷം അക്ക പറഞ്ഞ് ആ സാരി തന്നെ നമ്മൾ ട്രൈ ചെയ്തു. കാരണം ഒന്നാമത് അതിൻ്റെ അകത്ത് ബ്ലൗസ് പീസൊക്കെ കട്ടായി പോയതുകൊണ്ട് നമുക്ക് ആ സാരി തീരെ ലെങ്ത് ഇല്ലായിരുന്നു. കാരണം 2 സൈഡും ഇതുപോലെ ഷോളായിട്ട് പിടിക്കേണ്ട സാരിയാണ്. സ്നേഹൻ്റെ ആ വീഡിയോയിൽ കണ്ടിട്ടില്ല നിങ്ങൾ 2 സൈഡും പിടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്ലൗസ് കട്ട് ചെയ്യാത്ത ഈ സാരി കുറച്ച് 5 മീറ്ററിൽ ജാസ്തി ഉള്ളത് കൊണ്ട് നമുക്ക് ഈ സാരി തന്നെ എടുക്കാമെന്ന് ഫൈനൽ ചെയ്തു. നമ്മളിത് ട്രയൽ ചെയ്തിട്ട് ഇട്ട് നോക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഒരു കാര്യം സത്യം വരട്ടെ, ഈ സ്റ്റൈലിൽ സാരി ഡ്രേപ്പ് ചെയ്ത് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സ്നേഹാലയുടെ സ്നേഹ ഫാഷൻ ഷോ അല്ല സത്യം പറഞ്ഞാൽ ഓർമ്മ വന്നത്. നമ്മളെ ബാഹുബലിയിലെ രാജമാത ഉണ്ടല്ലോ, ആ ഒരു ഫീലായിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായത്. രാജമാത മോഡേൺ രാജമാത എന്ന് വേണ്ടിക്ക് പറയാം അല്ലേ. അങ്ങനെ കളിയും തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഡ്രേപ്പ് ഫൈനൽ ചെയ്തിട്ടുണ്ട്. ഇനി നേരെ വീട്ടിൽ പോവുക. നാളെ രാവിലെ ആകുമ്പോഴേക്കും മേക്കപ്പൊക്കെ ചെയ്തിട്ട് നമുക്കിവിടെ വന്നിട്ട് സാരി ഡ്രേപ്പ് ചെയ്യാം. അയ്യോ പറയാൻ വിട്ടുപോയി, എൻ്റെ കൂടെയുള്ള ഇതാണ് കേട്ടോ നമ്മളെ ഭുവൻ ബുട്ടീക്കിൻ്റെ ഓണർ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് കേട്ടോ. ഇത് 3-ാമത്തെ ദിവസമാണെന്ന് ചുരുക്കി പറഞ്ഞാൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ദിവസം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ കോൾഡൊക്കെ ആയിരുന്നു എന്ന്. അതുകൊണ്ട് അതും കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഇതാ മേക്കപ്പൊക്കെ ചെയ്തിട്ട് ഞാൻ ഭുവനക്കേൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതായത് ഭുവൻ ബുട്ടീക്കിലേക്ക് പോവുകയാണ്. ഇനി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ സാരി ഡ്രേപ്പ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഇതാ നമ്മൾ സാരിയൊക്കെ ഉടുത്ത് ഇനി ഓർണമെൻറ്റ്സ് ഒക്കെ ഇടണം. അതിൻ്റെ കൂടെ ഹെയർ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഓൾറെഡി വന്നിട്ടുണ്ടായത്. അതിൻ്റെ മേലെ നമുക്ക് മഹാറാണി സ്റ്റൈൽ വീല് വെക്കാനുണ്ട്. അതിൻ്റെ ആക്സസറീസൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് അബ്ബോനൊക്കെ തന്നെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ ഉടുത്തിട്ടുള്ള 2 സാരിയും ഞാൻ വാങ്ങിയിട്ടുള്ളത് ഭുവൻ ബുട്ടീക്കിൽ നിന്ന് തന്നെയാണ്. ഞാൻ മുന്നേ വാങ്ങിയതായിരുന്നു താഴെ ഉടുത്തിട്ടുള്ള ആ റെഡ് പ്ലെയിൻ സാരിയിൽ ചെറിയ ഗോൾഡൻ ഇത് വരുന്നത്. അതിൻ്റെ ആക്ച്വലി ബോർഡർ വരുന്നത് ലാവൻഡർ കളർ, ഒരു വയലറ്റ് കളറാണ്. പക്ഷെ നമ്മൾ റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആയതുകൊണ്ട് നമ്മളത് ഉള്ളിൽ ഇൻസൈറ്റ് ചെയ്തിട്ടാണ് ഉടുത്തത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്ലെയിൻ റെഡ് സാരി പോലെയാണ് ആ സാരി കാണാൻ പറ്റുന്നത്. ആൻഡ് ഇതാ സെക്കൻഡ് സാരി ആയിട്ട് ഞാൻ വാങ്ങിയതും ഇപ്പം ഭുവൻ ബുട്ടീക്കിൽ തന്നെയാണ്, റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ളത്. രണ്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരീസ് തന്നെയാണ് ഭുവൻ ബുട്ടീക്കിലുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഇൻസ്റ്റേൻ്റെ അക്കൗണ്ടിൻ്റെ ഇത് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാൻ പറ്റും. ഫോളോവേഴ്സ് കുറവാണെന്ന് വെച്ചിട്ട് ചെക്ക് ചെയ്യാണ്ട് വെക്കേണ്ട, നല്ല കളക്ഷൻസ് വേണ്ടിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ആൻഡ് ഓർണമെൻറ്റ്സ് ബൈ ആനിയൽ, പഴയ ഇൻസ്റ്റൈൽ ട്രെൻഡ് ഇപ്പോഴത്തെ ആനിയൽ, അടിപൊളി ഓർണമെൻറ്റ്സ് തന്നെയാണ് കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള ഓർണമെൻറ്റ്സ് ആണ്. അതിൻ്റെ കൂടെ തന്നെ പ്രധാനമായിട്ട് പറഞ്ഞോട്ടെ, ഞാൻ ഇപ്രാവശ്യം നെയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കയ്യിൽ നെയിൽ ഞാൻ വാങ്ങിയത് നഖ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ്. അടിപൊളി നെയിൽസ് തന്നെയാണ്. ഞാൻ ചോക്ലേറ്റ് നെയിൽസിൽ ന്യൂഡ് ഷെയ്ഡാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായത്. അതാകുമ്പോൾ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ ഇത് പ്രസ് ഓൺ ആണ് നെയിൽസ്, അതുകൊണ്ട് തന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. മിനിമം ഒരു 10 ടൈംസ് റീയൂസ് ചെയ്യാമെന്നാണ് അവർ എനിക്ക് ഗ്യാരണ്ടി തന്നിട്ടുള്ളത്. ഞാനിത് സെക്കൻഡ് ടൈമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ സാരി ഡ്രേപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ മൂക്കുത്തിയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് മൂക്കുത്തി വെക്കുന്നത്, അതുകൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് കുറവ് നല്ലതുപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഫൈനലി നമ്മളിതാ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ ഫൈനൽ ലുക്ക്? ഇനി നമുക്ക് വീലും കൂടിയേ വെക്കാനുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ ലുക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് കമൻറ്റിൽ പറയാം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. 2 സാരിയും ഭുവൻ ബുട്ടീക്കാണ്, ഓർണമെൻറ്റ്സ് ബൈ ആനുവൽ ജ്വല്ലറി ആൻഡ് നെയിൽസ് ബൈ നഖ. ഏതിൻ്റെയെങ്കിലും ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളും, ഞാൻ തരുന്നതായിരിക്കും. ഇനി നമുക്ക് കുറച്ച് റീൽസ് ആൻഡ് ഫോട്ടോസ് എടുക്കാം. ഇത് സ്നേഹാലയൻ്റെ ഫാഷൻ ഷോന് വേണ്ടി സ്നേഹ മാം ചെയ്ത് ഡബിൾ സാരി ഡ്രേപ്പിൻ്റെ ഒരു ചെറിയ എന്താ പറയുക റീമേക്ക് പോലെ ഞാൻ ചെയ്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആക്ച്വലി ഈ ഡ്രേപ്പ് ചെയ്തത് ആരാണെന്നറിയോ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റിൽ നോക്കട്ടെ നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളത്. ഡബിൾ ഡ്രേപ്പ് 2.0 എന്നാണ് ഈ ഡ്രേപ്പിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ ഇതാരാ ചെയ്തതെന്ന് അറിയെങ്കിൽ കമൻറ്റിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഫൈനൽ ലുക്ക്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണേ. കാരണം നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ട് എല്ലാം കൂടി എന്താ പറയുക ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ട് 1, 2, 3 ദിവസം എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തൊരു ലുക്കാണിത്. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അതുപോലെ വേറൊരു കാര്യം ഇതിൻ്റെ മിഡിലിൽ പറയാൻ, നമ്മൾ ദുബായ് സീരീസ് തീർന്നിട്ടില്ല. ഇതൊരു അർജൻറ്റ് വീഡിയോ ആയതുകൊണ്ട് മിഡിലിൽ ഇട്ടതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത 3 സാധനങ്ങളുടെയും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാം. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്തോളും, തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. फकीर तेरे गुर्बत का तुझसे तू मांगू रे, तू श्रृंगार मेरा तू है माई गहना वे,
तक जाऊंगा इस അങ്ങനെ നമ്മൾ റീലിനൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇതൊരു സിമ്പിൾ വീഡിയോ ആണ്. ഡബിൾ ഡ്രേപ്പിംഗ് 2.0 സാരീൻ്റെ സിമ്പിളായിട്ട് എൻ്റെ സ്റ്റൈലിൽ ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ ഞാൻ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോൾ see you soon in the next video. Bye bye. देखो करीब से